Hi friends, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. ഇന്ന് തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഷാപ്പിലെ സ്റ്റൈലിൽ ഒരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം. മീൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ചേരുവകളെല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ മീൻ കറിക്ക് വേണ്ടിയിട്ട് വൈറ്റ് ചൂരയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് മീനിലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കണം എന്നുള്ളത് നേരെ നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ മീൻ കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുകും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതേപോലെ തന്നെ അല്പം റെഡ് ചില്ലി, പിന്നെ 2 ടേബിൾ സ്പൂൺ വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി കുറച്ചിട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കൂടുതൽ ഇട്ട് കൊടുക്കണം. ഒരു 3 പച്ചമുളക് സെൻറ്റർ കട്ട് ചെയ്തിട്ടും അല്പം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ, ഒരല്പം നേരം. ഇനി നമുക്കതിലോട്ട് ചെറിയുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഒരു 10 ചെറിയുള്ളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് കൂടി നമുക്കതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളർന്നതുകൊണ്ട് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലോട്ട് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യണം. തക്കാളി നന്നായിട്ടൊന്ന് മാഷായി വരുന്ന സമയത്താണ് നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളി ഈ ഒരു രീതിയിൽ നന്നായിട്ട് കുക്കായി വരുമ്പോഴാണ് നമ്മൾ മസാല ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ അതിലോട്ട് കാശ്മീരി റെഡ് ചില്ലിയാണ് നമ്മൾ മീൻ കറിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി കൂടി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്ക് ഗ്രേവിക്ക് നന്നായിട്ട് ഒരു തിക്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മുടെ മസാലയുടെയൊക്കെ പച്ച മണം മാറുന്നവരെ ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ മസാല നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ച കുടംപുളിയും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു 4 കുടംപുളി അല്പം നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ വെള്ളം നമ്മൾ ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുടംപുളിയും കൂടി നമുക്ക് അതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു തക്കാളി നമ്മൾ ഈ ഒരു മീൻ കറിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കുടംപുളി കുറച്ച് യൂസ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണില്ലെങ്കിൽ അതിനനുസരിച്ച് കുടംപുളി നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലോട്ട് നമുക്ക് ചാറിന് വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് കുറുകി വരും. നമുക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കുറുകിയെടുക്കണം. നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ നമുക്കതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ചാറ് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്താണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലോട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ച മീൻ കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. വെള്ളച്ചൂരയാണ് കേട്ടോ നമ്മൾ ഈ മീൻ കറിക്ക് വേണ്ടിയിട്ട് എടുത്തിറക്കണം. അപ്പോൾ നമുക്ക് വേറെ ഏത് മീൻ വേണമെങ്കിലും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. 1 കിലോ മീനാണ് നമ്മൾ ഈ മീൻ കറിക്ക് വേണ്ടിയിട്ട് എടുത്തിറക്കണം കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ചാറ് ഒന്നുകൂടി ഒന്ന് കുറുകി വരാനുണ്ട്. അതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് അല്പം നേരം കൂടി കുക്ക് ചെയ്യാം. ഏകദേശം ഒരു 20 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാറ് നന്നായിട്ട് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നല്ലൊരു കളറൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ മേലിലോട്ട് അല്പം പച്ച വെളിച്ചെണ്ണയും അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
അപ്പോൾ പുതിയ റെസിപ്പി ആയിട്ട് കണ്ടുമുട്ടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.